പൂവച്ചൽ ഖാദറിന്റെ രചനയിൽ യേശുദാസ് പാടി മനോഹരമാക്കിയ 1985 തനിക്ക് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച ഗാനം. ഈ പാട്ട് പാടാത്തവരായും ഈ പാട്ട് കേൾക്കാത്തവരായും മലയാളികളായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഈ പാട്ടിന്റെ ജനനം, ഈ പാട്ടിന്റെ പ്രത്യേകത ഒന്ന് തിരിച്ചറിയേണ്ടത് തന്നെയാണ്. ഈ പാട്ട് മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കപ്പെട്ടത്. എന്നാൽ ജോൺസൺ മാഷ് ഈ പാട്ട് സംഗീതം ചെയ്ത് പാടിക്കേൾപ്പിച്ചപ്പോൾ ആ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകർക്കും സംവിധായകനും അതത്ര രസകരമായി തോന്നിയില്ല. ഈ ട്യൂൺ അത്ര പോരാ, ഇത് കൊള്ളില്ല, ഇത് സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് മടുപ്പായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാട്ട് തിരസ്കരിച്ച് കളയുകയാണുണ്ടായത്. എന്നാൽ ഒരു കുടക്കീഴിൽ എന്ന സിനിമയുടെ തിരക്കഥ കടിയൂർ ഡെന്നിസ് എഴുതുന്ന കാലത്ത് കടിയൂർ ഡെന്നിസുമായി ഇരുന്ന ഒരു സന്ദർഭത്തിൽ ജോൺസൺ മാഷ് ഈ പാട്ട് ഒന്ന് പാടിക്കേൾപ്പിച്ചു. ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. ഇത് കേട്ടതും കടിയൂർ ഡെന്നിസ് പറഞ്ഞു, ജോൺസൺ മാഷ് വിഷമിക്കേണ്ടതില്ല, ഈ പാട്ട് എൻ്റെ അടുത്ത സിനിമയിൽ നിശ്ചയമായും ഉണ്ടായിരിക്കും. അങ്ങനെ 1985 പുറത്തിറങ്ങിയ ഒരു കുടക്കീഴിൽ എന്ന സിനിമയിൽ ഈ പാട്ടുണ്ടായി. ആ പാട്ടിന് അന്ന് സ്റ്റേറ്റ് അവാർഡ് ദാസേട്ടൻ മേടിച്ചിരുന്നു. ഒരു പാട്ടിൻ്റെ ജനനം നടക്കണമെന്ന് ഉറച്ചു കഴിഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും. ആ പാട്ട് നമ്മൾക്ക് ആസ്വദിക്കാൻ തക്കവണ്ണം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും.